ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ എൻ്റെ 2ാം ക്ലാസ്സിലെ പിള്ളേരെ അതായത് ട്യൂഷൻ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നാണ്. Do you like Parisha? I don't like Parisha. ഐ ഡോണ്ട് ലൈക്ക് പരീക്ഷ. പരീക്ഷയ്ക്ക് എന്താ ഇംഗ്ലീഷ് പറയാം? എക്സാം. നോ, ഐ ഡോണ്ട് ലൈക്ക് എക്സാംസ്. ഈ ചാപ്റ്റർ എല്ലാവർക്കും അറിയാം. അപ്പം ഞാനൊരു കോൺവെർസേഷൻ എഴുതാൻ കൊടുത്തതാണ് ആൻഡും ബട്ടർഫ്ലൈയും തമ്മിലുള്ള. അപ്പം അതിലവർ ചോദിക്കുന്നത് ഡു യു ലൈക്ക് നെക്ടർ? നോ, ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ എന്നാണ്. അപ്പം ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് ഡു യു ലൈക്ക് പരീക്ഷ? മറ്റേ ആൾ പറയാം നോ, ഐ ഡോണ്ട് ലൈക്ക് പരീക്ഷ. പിള്ളേരുടെ ഒക്കെ ഒരു ബുദ്ധിയെ. അപ്പം നമുക്ക് ഇന്ന് പഠിപ്പിക്കാനുള്ളത് ഈ കോൺവെർസേഷൻ ആണ്. അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എക്സാമിന് മസ്റ്റായിട്ടൊരു കോൺവെർസേഷൻ കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാനുണ്ടാവും. പിന്നെ ക്യാന്, കാണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം. അപ്പം ഞാൻ ഇന്ന് കൊടുത്തത് ആൻഡും ബട്ടർഫ്ലൈയും മൗസും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഈസിയാണ്. അപ്പം അവരത് നന്നായിട്ട് എഴുതുന്നുണ്ട്. ഇതിലെ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം ഞാൻ വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കും. അതിൻ്റെ റിപ്ലൈ അവർ സ്വന്തമായിട്ട് എഴുതിയാണ്. സിമ്പിൾ വേർഡിങ്സ് ആണ്. വളരെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത് മറ്റൊരു കോൺവെർസേഷൻ ആണ്. റാബിറ്റും മൗസും ഈ മഷ്റൂമിൻ്റെ ഗ്രോത്ത് കണ്ട് പറയുന്ന ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെ കോൺവെർസേഷൻ ആണ്. അതും കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ഞാനിത് എഴുതി പഠിപ്പിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള രീതിയിൽ. പിന്നെ മറ്റൊരു കോൺവെർസേഷൻ റാബിറ്റും മങ്കിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അവർ നനഞ്ഞ് കുളിച്ച് വരുമ്പോൾ ഉള്ളൊരു സീൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിനുള്ള റിപ്ലൈ ആയിട്ട്. പിന്നെ ഞാൻ ഇന്ന് പഠിപ്പിച്ചത് ബർത്ത്ഡേ കാർഡ് എഴുതാനാണ്. വിഷിങ് യു എ ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേൻ്റെ സ്പെല്ലിംഗ് അറിയാം, വിഷിങ്ങിൻ്റെ സ്പെല്ലിങ്, വിഷിൻ്റെ സ്പെല്ലിംഗ് അറിയാം, ING കൂടെ ചേർത്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിഷിങ് യു എ ഹാപ്പി ബർത്ത്ഡേ എന്ന് കുഞ്ഞ് എഴുതി വരണം. ഇത് കുറച്ച് മുന്നേ എഴുതിച്ച ഒരു കാർഡാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ കേക്കിനെ കണ്ടിട്ട് അതിനെ പറ്റി എഴുതാൻ. ഈ ബർത്ത്ഡേ കേക്കിനെ പറ്റി എഴുതാൻ ഞാൻ കൊടുത്തത് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുതാൻ കൊടുത്തത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചത്.